മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും ഈ അറുകൊലയെ അംഗീകരിക്കുന്നവരാണെന്നോ ഞങ്ങൾ കരുതുന്നില്ല. അല്ലെന്നതിനുള്ള വ്യക്തമായ വിവരങ്ങൾ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് അടച്ചു പറയാത്തത്. അങ്ങനെ മനോജിന് നേരെ നടന്ന ഈ 5ാമത്തെ ആക്രമണം, ആ ആക്രമണം പരിപൂർണമായ സമാധാനം നമ്മുടെ ഈ ജില്ലയിൽ നിലനിൽക്കുന്ന സമയത്ത് നടന്നതാണ്. എത്ര കൊല്ലമായി, 4 പതിറ്റാണ്ടായി ഈ ജില്ലയിൽ നിരവധി ആക്രമണങ്ങൾ നടക്കുന്നു, ബോംബുകൾ നടക്കുന്നു, കൊലപാതകം നടക്കുന്നു, കർഫ്യൂ നടക്കുന്നു. ഇവിടെ നിയമങ്ങൾ കാണാതെ നിയമങ്ങൾ വരുന്നു, ഹർത്താൽ ഉണ്ടാകുന്നു. ആളുകൾ ഭയത്തോടു കൂടിയല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യം എത്ര കൊല്ലമായി നാട് സഹിക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. അങ്ങനെ മാറ്റം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ബോധപൂർവം തന്നെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഈ നാട്ടിലെ സമാധാനാംശങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നാട്ടിലെ കണ്ണീർ തൂങ്ങുന്ന സഹോദരിമാർക്ക് വേണ്ടിയാണ്. ഇരുപടികളിലും പുറത്തു വരാൻ കഴിയുന്ന യുവത്വം, ആ യുവത്വം ഈ നാടിന് ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തേണ്ട യുവത്വം ഇങ്ങനെ സംഹാരാത്മകമായ പ്രവർത്തനം നടത്തി നശിക്കേണ്ടതല്ല എന്ന ഫലപ്രദമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് തന്നെയാണ് സമാധാനപരമായ ആ കാഴ്ചപ്പാട് വെച്ചു പുലർത്തണം എന്ന നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ CPM ഏകപക്ഷീയമായി കൊന്നു തീർക്കുകയാണ്. നിങ്ങൾ പറയണം, എന്തിനാ പല ഭാഗത്തു നിന്ന് നമ്മുടെ പ്രവർത്തനകാരമായി കൊലപ്പെടുത്തി? മാഹിയെ 2 പേരെ ഒരുമിച്ചാണ് ബൈക്കിൽ പോകുമ്പോ വെട്ടി തുണ്ടമാക്കി കൊന്നത്. 3 പയ്യന്നൂരിൽ വെച്ച് ആ കരിവള്ളൂർ ഓരിയൻ ഭാഗത്ത് നിന്ന് ധാരാളമാളുകൾ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ഒരു വാഹനം ബുക്ക് ചെയ്തു. ആ വാഹനം പുറപ്പെടാൻ വണ്ടിയിൽ കയറാൻ നോക്കുമ്പോ CPM വന്നിട്ട് പറഞ്ഞ ആദ്യം എന്താണ്, ഈ പാർട്ടിക്കാണ് ഇവിടുന്ന് BJP-യുടെ പരിപാടിക്കാർ പോകാൻ പാടില്ല, പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ വന്ന് വണ്ടി അടിച്ചു പൊളിച്ചു. അവർ പയ്യന്നൂർ ബന്ധപ്പെട്ടു. പയ്യന്നൂർ നമ്മുടെ പ്രവർത്തകന്മാർ 2 വണ്ടിയുമായി പോയിട്ട് ആ പുതിയ പ്രവർത്തകന്മാരെയും കൂട്ടി വരുമ്പോ അവിടുന്ന് ഫോൺ വിളിച്ച് പയ്യന്നൂരിൽ വണ്ടി നടന്ന് ജയകൃഷ്ണൻ മാസ്റ്ററുടെ റാലിയിൽ പങ്കെടുക്കാൻ വരികയായിരുന്ന ആ പ്രവർത്തകന്മാരെ ആക്രമിച്ച് RSSന്റെ പയ്യന്നൂരിലെ ശാഖാകാരോ വിനോദ് കുമാറിനെ കൊലപ്പെടുത്തി. 4 5ാമതായി തലശ്ശേരിയിൽ ഈ സ്റ്റാൻഡിൽ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായിട്ടുള്ള പ്രകാശ് ബാബു, ആ പ്രകാശ് ബാബുവിനെ സ്വന്തം നാട്ടിൽ വെച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അക്രമിക്കൂട്ടങ്ങൾ മൃഗീയമായി കൊന്നൊടുക്കി. 5 ഇതിനൊന്നും അവർ പ്രചരിപ്പിച്ചത് RSS തോറ്റുപോയി. ആളുകളെ നിരപരാധികളെ പച്ചക്ക് വന്നിട്ട് മേലിൽ നടിക്കുന്ന, എണ്ണം കൂട്ടിയും അഹങ്കരിക്കുന്ന ഈ നൃശംസത, ഈ മൃഗീയത, ആ മൃഗീയതയിൽ അഭിരമിക്കുന്ന, ചോര കുടിച്ച് രസിക്കുന്ന പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും RSS തോറ്റുപോയി. RSSന്റെ പഴയ വീര്യമൊന്നുമില്ല എന്നെല്ലാം മേലിനടിക്കുമ്പോഴും ഈ നാട്ടിൽ സമാധാനം നിലനിർത്തണം എന്നേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. പിന്നീടാണ് 3-4 ദിവസം കഴിയുമ്പോ, ആ കൊലപാതകം കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോ മനോജിന്റെ സംഭവം ഉണ്ടാവുന്നത്. മനോജിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര പേരെ കൊല്ലും? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,05,000 ആളുകൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ 1,05,000 പേരെയും കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ? 1,05,000 പേരെ കൊന്നാൽ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കാമെന്നാണ് കരുതുന്നത്. നിങ്ങൾ കൊല്ലുന്നെങ്കിൽ, കൊന്നു തീർക്കുന്നെങ്കിൽ ഇതാ ഇവിടെ തളിച്ചുകൊണ്ടിരിക്കുന്ന 10,000 മുഴുവൻ കൊന്നു തീർക്കണം. നിങ്ങൾക്ക് ആയുധത്തിനുണ്ടോ? അതിനുള്ള ആളുകൾ നിങ്ങൾക്കുണ്ടോ? ഈ തളിച്ചുകൂടിയ 10,000 ആളുകളെ കൊന്നു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളെന്താ വിചാരിച്ചത്? ഞങ്ങൾ ഭയപ്പെടുമ്പോ മനോജിനെ കൊന്നിട്ട് 10 ദിവസമായിരുന്നു.
ഈ തലശ്ശേരിയിൽ നിന്ന് പേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പേടിക്കുന്ന സംഗതിയാണ് RSS BJP ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുമോ മാർക്സിസ്റ്റുകാരെ? ഇവിടെ ഇരുന്ന് വന്നിരിക്കുന്ന ജനക്കൂട്ടം നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ 75 ആളുകളെ അരിഞ്ഞു തള്ളിയില്ലേ? 75 ആളുകളെ ഈ കണ്ണൂർ ജില്ലയിൽ അരിഞ്ഞു തള്ളിയില്ലേ? എത്രയാളുടെ കാല് മുറിച്ചെറിഞ്ഞു, എത്രയാളുടെ കണ്ണ് പോകറിഞ്ഞ് തകർത്തു, എത്രയാളുടെ കൈകൾ വെട്ടി എറിഞ്ഞു, എത്രയാളുകളെ കൊണ്ടു നിർത്തു. ഒരു കാലിഞ്ച് പിന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനം തയ്യാറായില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പിന്നെയും ഇതുപോലുള്ള ഈ കൊലപാതക രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ? നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഈ പരിഷ്കൃത യുഗത്തിന്റെ ഒരു മാനവികതയും ഉൾക്കൊള്ളാതെ ഏറ്റവും പ്രാകൃതമായ രീതിയിലുള്ള ഈ പ്രവർത്തനം, ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ കൊട്ടും നിരക്കാത്ത ഈ പ്രവർത്തനം നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം നടത്തുമ്പോ അതിനെല്ലാവിധ ഒത്താശയും ചെയ്തുകൊണ്ട് ഇവിടെ കുറെ ആളുകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ കൊലപാതകം നടന്ന ഉടനെ തന്നെ ഈ കേസ് കേരളത്തിലെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഒരുപാട് കൊലപാതകങ്ങളും സംഘർഷങ്ങളും ഇവിടെ നടന്നു. ഇതിന് അവസാനം വേണം. ആ അവസാനം ഉണ്ടാകണമെങ്കിൽ ഇന്ന് വരെ നടക്കാത്ത രീതിയിലുള്ള നിഷ്പക്ഷമായ നീതിപൂർവകമായ ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ച് നടക്കണം. മനോജിന്റെ മതം ഈ തലശ്ശേരി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഈ പഴയ ഇവിടെ ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ചു. ഇവിടുന്ന് കിഴക്കേ കടലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പരിഹാരത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ വീട്ടിൽ സംസ്കരിച്ച്, ആ വീട്ടിനടുത്ത് കാര്യാലയത്തിനടുത്ത് മനോജിനെ സംസ്കരിച്ച് തിരിച്ചു വരുന്നത് വരെ ഒരു നിസ്സാരമായ സംഭവം പോലും എവിടെയും ഉണ്ടായിട്ടില്ല. CPM-ന്റെ ഒരു കുടിമരം പോലും, ഒരു കുടി പോലും ആരും പുറപ്പെട്ടില്ല. ആ പോകുന്ന വഴിയിലൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. എത്ര അച്ചടക്കത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തിയത്. നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾ, നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം, നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനം, ആ സംവിധാനം ഈ അച്ചടക്കത്തെയും ഈ അനുസരണയെയും ഈ നിയമ സംവിധാനങ്ങളെ കീഴ്പ്പെടുന്നതിനെയും മാനിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ അഭ്യർത്ഥന, ഈ നാട്ടിലെ ബഹുജന മനസ്സാക്ഷിയുടെ അഭ്യർത്ഥന, ഈ നാട്ടിൽ നീതി നടപ്പാക്കണം, സ്വാതന്ത്ര്യം നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥന, ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസ്. ആ കേസിന്റെ വിധി പറയുമ്പോൾ തലശ്ശേരിയിലെ സെഷൻസ് കോടതി, ആ കോടതി പറഞ്ഞത് ഈ കേസിനെ താറുമാറാക്കാൻ, പ്രതികളെ രക്ഷപ്പെടുത്താൻ, യഥാർത്ഥ പ്രതികളെ കേസിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കൃത്രിമങ്ങളും ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ചെയ്തിട്ടുണ്ടെന്നാണ്. ഹൈക്കോടതിയും ആ കേസിനെ സംബന്ധിച്ച് അതാണ് പറഞ്ഞത്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കോടതി ആ ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നടപടിയെടുക്കണമെന്ന്. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത്, ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു തരത്തിലും നീതി കിട്ടുന്നതല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ലോക്കൽ പോലീസ് സ്വാധീനിക്കപ്പെടുന്നു, ക്രൈംബ്രാഞ്ച് സ്വാധീനിക്കപ്പെടുന്നു. ഇവിടെ മാറി മാറി വരുന്ന ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംവിധാനം പരിപൂർണമായും മാർക്സിസ്റ്റ് പാർട്ടി അത് ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ആജ്ഞയ്ക്കപ്പുറത്തേക്ക് ഒരു ചൂട് വെക്കാൻ ധൈര്യമില്ലാത്ത ഒന്നാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്നുള്ളതുകൊണ്ട് ഇവിടെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കണം, നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കണം. മനോജിനെ അകാരണമായ സമാധാന അന്തരീക്ഷത്തിലാണ് കൊലപ്പെടുത്തിയത്. ഈ നാട്ടിലെ സമാധാനം തകർക്കുന്നതാണ് ആ കൊലപാതകം. അതുകൊണ്ട് ഞങ്ങൾക്കറിയുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾക്കറിയുന്നത് മനോജിനെ കൊന്നവരെ കുറിച്ച് മാത്രമല്ല, മനോജിനെ കൊല്ലിച്ചവരെ കുറിച്ച് കൂടിയാണ്. അതിന് ആസൂത്രണം ചെയ്ത ആളുകൾ അവരെ ഓരോരുത്തരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം നടന്നാൽ ഈ കേസിൽ നീതി കിട്ടി എന്ന്, ഈ കേസിൽ ന്യായം ജയിച്ചു എന്ന്, ഈ കേസിൽ സത്യം ജയിച്ചു എന്ന് കണ്ണൂരിലെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭീതിതമായ രക്തപങ്കിലമായ ചരിത്രത്തിൽ ഈ കേസിലെങ്കിലും ഇരകൾക്ക് നീതി കിട്ടി എന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടെ നടക്കുന്ന അന്വേഷണത്തിന് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ സമാധാനം ഉണ്ടാവും.
മറിച്ചാണ് അനുഭവമെങ്കിൽ ഈ കേസും ഇതുവരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്ത പോലെ അലംഭാവപൂർണമായി നീതിരഹിതമായി ഇരകളുടെ കണ്ണീര് കാണാതെ നിയമം ലംഘിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ കേസിനെ കാരണക്കാരായ ആളുകളിലേക്ക് ഈ അന്വേഷണം നീണ്ടുപോകുന്നില്ലെങ്കിൽ ഇതിനെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലെ സമാധാനം തകർന്നാൽ, ശാന്തി തകർന്നാൽ അതിന് ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്ക് മാത്രമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ശാന്തിയും സമാധാനവും സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, പൗരാവകാശം സംരക്ഷിക്കാൻ, സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം ഇവിടത്തെ മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടിയാണ്. മാധ്യമ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട CPM ഒഴിച്ചുള്ള അവരുടെ കൂടെ നിൽക്കുന്ന CPI ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ആത്മാഭിമാനത്തോടുകൂടി പരിണാമത്തോടുകൂടി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. ഇവിടെ സർവോദയക്കാർ മുതൽ ഗാന്ധിയന്മാർ മുതൽ ഇവിടുത്തെ സർവ്വവിധത്തിലുള്ള പ്രസ്ഥാനങ്ങൾ കണ്ണൂർ ജില്ലയുടെ മാർക്സിസ്റ്റ് മാനവികതത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്ന ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്, പൗരാവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ പോരാട്ടത്തിന് മുമ്പിൽ മരിച്ചു വീഴുന്നെങ്കിൽ മരിച്ചു വീഴാൻ ഏറ്റവും അവസാനം ഈ ലക്ഷ്യം കാണുന്നവരെ പിന്നോട്ടേക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ആ പോരാട്ടത്തിന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണമുണ്ടാകണം, പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി ഈ ജനശക്തി സംഗമത്തിൽ അഭിസംബോധന സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ വി മുരളീധരൻ അവരുടെ ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ രഞ്ജിത്ത്, ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ രാം മാധവ്ജി, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് ജി,